കുറച്ച് ദിവസം മുന്നേ രജിയുടെ രാത്രിയാകുമ്പോൾ ഞണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വെക്കാനുള്ള മടിക്ക് എന്ത് ചെയ്തു, അങ്ങനെ കാലെല്ലാം പൊട്ടിച്ച് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ രജിയോടൻ പറയണത് അത് നേരിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പാടില്ല, അതിൻ്റെ മാംസമൊക്കെ അത് തുപ്പിക്കളയും, തണവ് തട്ടുമ്പോൾ അതിൻ്റെ മാംസമൊക്കെ തുപ്പിക്കളയും എന്നാണ് പറയണത്. അപ്പം ഞാനത് കേട്ടില്ല കേട്ടോ. ശരി, ഞാൻ പിറ്റേ ദിവസം ഞാനത് റോസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു തരി പോലും അതിൽ മാംസമില്ല, അത് പഞ്ഞി പോലെയായിരുന്നു കേട്ടോ. അപ്പം ഇനി എന്തായാലും അങ്ങനെ ഒരു പറ്റില്ല. അപ്പം ഇപ്പം ഞണ്ട് കൊണ്ടപ്പോൾ ഞാൻ തന്നെ വേഗം തന്നെ അത് ക്ലീൻ ചെയ്തെടുത്തു. ജീവനുള്ള ഞണ്ട് അങ്ങനെ നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ അത് പൊളിച്ചിട്ട് വൃത്തിയാക്കി കഴുകി വെക്കാം, അല്ലെങ്കിൽ അത് പുഴുങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ വീടിൻ്റെ അടുത്ത് പുഴയുണ്ട്, അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഞണ്ട് കിട്ടാൻ വഴിയുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കോഴിയുടെ വേസ്റ്റ് അതുപോലെ ഈ മീനിൻ്റെ തല ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഞണ്ട് പിടിക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് ഞണ്ട് കിട്ടാറുണ്ട്. ആ സമയം നമുക്ക് വലുതും ചെറുതും എല്ലാം കിട്ടും. ഇപ്പം നമുക്ക് ഇത് ചെറുത് കിട്ടാനേ വഴിയുള്ളൂ. അപ്പോൾ അധികം ഗ്രേവി ഒന്നും ഇല്ലാണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് കേട്ടോ. ആകെ ഒരു സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ തക്കാളിക്ക് പകരത്തെ സോസാണ് ഒഴിച്ചേക്കുന്നത്, ടൊമാറ്റോ സോസാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ്. കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ എല്ലാവരും നല്ല അടക്കത്തിലും ഒതുക്കത്തിലും ഞണ്ട് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ.